നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിവർപൂളിൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരം ഡിയേഗോ ജോട്ടയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആന്ദ്രേ സിൽവയും മരണപ്പെട്ട ആക്സിഡൻറ്റിനെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്പെയിനിൽ വെച്ചിട്ടാണല്ലോ ഈ ഒരു അത്യാഹിതം സംഭവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സിവിൽ ഗാർഡിൻ്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് സ്പാനിഷ് മാധ്യമം മാർക്ക ചില കാര്യങ്ങൾ പുറത്തുവിടുന്നു. അതിൽ പറയുന്നത്, സിവിൽ ഗാർഡ് ഇത് പോയിൻ്റ് ചെയ്യുന്നത് എക്സസീവ് സ്പീഡിലേക്കാണ്. അതായത് ഓവർ സ്പീഡാണ് ഈ ഒരു അപകടത്തിന് കാരണങ്ങളിലൊന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. വണ്ടി ഓടിച്ചിരുന്നത്, ഇപ്പോൾ രണ്ട് സഹോദരന്മാരിൽ ആരാണ് വണ്ടി ഓടിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടി ഇതിലുണ്ട്. ഡിയേഗോ ജോട്ട തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ മാർക്കയുടെ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ്. അവർ സിവിൽ ഗാർഡ്സിൻ്റെ എക്സ്പേർട്ട് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു വിവരം പുറത്തേക്ക് വിടുന്നത്. ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് എക്സസീവ് സ്പീഡാണ്. റിപ്പോർട്ട് സ്റ്റിൽ അണ്ടർ ഇൻവെസ്റ്റിഗേഷനാണ്. പക്ഷേ എവറിത്തിങ് പോയിൻറ്റ്സ് ടു എക്സസീവ് സ്പീഡ് ഇൻ റിലേഷൻ ടു ഓതറൈസ്ഡ് ലിമിറ്റ്. അവിടുത്തെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഓരോ റോഡിനും ഒരു ലിമിറ്റ് സ്പീഡ് ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എക്സസീവ് സ്പീഡിൽ, അമിത വേഗത്തിലാണ് വണ്ടി വന്നുകൊണ്ടിരുന്നത്. ഇത് ഇപ്പം സമോറ റീജിയനിലാണ് ഇത് സംഭവിച്ചത്. അവിടുത്തെ ട്രാഫിക് സബ് സെക്ടർ ഓഫ് ദി സിവിൽ ഗാർഡാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും കംപ്ലീറ്റ് ആവേണ്ടതുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ അത് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിൽ കുറേ വിവരങ്ങൾ മാർക്ക പുറത്തേക്ക് വിടുന്നു. ഈ ഒരു ടയറ് പൊട്ടിത്തെറിച്ച ഒരു സംഭവമുണ്ട്. അതിൻ്റെ അഡീഷണലായിട്ടാണ് ഈ ഒരു എക്സസീവ് സ്പീഡ് കൂടി ഇപ്പം കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് റോഡിലെ ഉള്ള മാർക്കുകളും മറ്റുമൊക്കെ വിശദമായിട്ട് പരിശോധിക്കുന്നു. കൂടുതൽ ടെസ്റ്റുകൾ ഇനിയും കണ്ടക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് വണ്ടി ഓടിച്ചിരുന്നത് ഡിയേഗോ ജോട്ട തന്നെയാണ്. എന്തായാലും എക്സ്പെർട്ട് റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ സമർപ്പിക്കപ്പെടും. അതോടുകൂടി കൂടുതൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും. നിലവിൽ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം എക്സസീവ് സ്പീഡാണ് ഇങ്ങനെയൊരു അത്യാഹിതത്തിന് കാരണമായതിൽ ഒന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.